അതെ വഴി തിരിഞ്ഞ് വരുന്ന അല്ലേ. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇഷ്ടം പോലെ സ്പോട്ടും ഉണ്ട്, റൈറ്റിലാണെങ്കിൽ ഒരു സ്പോട്ടും ഇല്ല. കാര്യം പാടാം, നമുക്ക് ജംഗലിൽ അങ്ങനെ ഒരുപാട് രാവിലെ വെളുപ്പിനെ ചിലപ്പോ മാപ്പ് വർക്ക് ചെയ്യുമായിരിക്കും. ഞങ്ങള് പോണം. ഇപ്പൊ ചെല്ലാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ ബാക്കി കിട്ടും. ബിരിയാണി, ചിക്കൻ 65, പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു ഫുഡ്? ദുബായിലല്ല, ഇവിടെ കാലം ഒന്ന് ബാൽക്കണിയൊക്കെ ആവാല വരുന്നുണ്ടെ കൊണ്ടുവന്നതാണ്, അതല്ലാതെ അവിടെ ആരും വെയിറ്റ് ചെയ്തൊന്നുമില്ല. ഓ ലൈറ്റിങ്സ് ഒക്കെ നോക്കി എന്താ രസം. LED ആയിട്ട് രസം കാണാൻ വേണ്ടി. എന്നാലും കണ്ടിട്ട് ഈ പറയുന്ന വീടെത്തും അഞ്ചു നമ്മള് അറിയാൻ പാടില്ല. ഒന്നര മണിക്കൂറാ കാണിച്ചിട്ടുണ്ടെന്നാ 1.5 മണിക്കൂറിൽ ഇത്ര നേരമായിട്ട് പറഞ്ഞിട്ടില്ല. 5 മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. 1.5 മണിക്കൂർ എന്നോട് വണ്ടി കയറിയിരിക്കുന്ന 5 മണിക്ക് ഉറക്കം ക്യാമറ കാണുന്നുണ്ടല്ലോ. എനിക്കാണെങ്കിൽ റെക്കോർഡ് ഉള്ളതാ. വണ്ടി ഓടിച്ച് ഉറങ്ങി പോയിട്ട് വണ്ടി ഇടിച്ചതൊക്കെ വരാനുള്ളൊന്നും വരുന്നെങ്കില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും മറ്റേ ഇൻഷുറൻസ് എടുത്തു വെക്കണം. നിന്റെ അടുത്തേക്ക് വരുന്നതിന് മുന്നെയാണ് എടുത്തു വെക്കേണ്ടത്. മറ്റേതേ ആ ഇൻഷുറൻസ് ഉണ്ട്, അതല്ല മറ്റേത് ഡെത്ത് ഇൻഷുറൻസ് ഇല്ലേ. അത് വീട്ടുകാർക്കെങ്കിലും പൈസ കിട്ടുമല്ലോ. അവിടെ ഒരു ബുർജ് ഖലീഫ പോലത്തെ ഒരു സംഭവം ഉണ്ട്, കണ്ടോ? ഒരു ടവർ. കട്ടോണ്ട് പോയ അവിടെ ഇവിടെ കൊണ്ടുവച്ചോ. നമ്മളെന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാനുള്ള ഐറ്റമൊക്കെ എന്റെ അടുത്തുണ്ട്. നാട്ടില് മൊത്തം സീനാടി. എന്നിട്ട് എന്തിടാൻ അതിനകത്തുണ്ട്? ബ്ലൂ 5 തരാം നമുക്ക് പേര്. ബ്ലൂ 5 നോർമല് വീട് ഇട്ടാ പോലെ ആൾക്കാർ കാണത്തില്ല. പിന്നെ DP-ല് ബ്ലൂ കളർ ഇടയ്ക്കകത്ത് 5ന്റെ ഹെഡ് കയറി പറ്റിക്കാണ്. ബോഡി കളിക്കാൻ പറയും, പക്ഷെ ബോഡിയില്ല. ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് ബോഡിയില്ലല്ലോ. സബ്ബൊക്കെ ഉണ്ട്, പരിപാടിയില് ചെറിയ മാറ്റമുണ്ട്. ഇല്ലൊക്കെ മതിയോന്ന്. അങ്ങനെയുള്ള ബോഡി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ പരിമിതിയിൽ നിന്ന് നമുക്ക് ഈ പരിപാടി അവതരിപ്പിക്കാം. വെച്ചിട്ട് 5 സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ നോക്കണ്ട. ഞാൻ പ്രൊമോട്ട് ചെയ്തത്. എന്റെ ഇപ്പൊ ഹോബി എന്താണെന്നറിയോ? നാട്ടിലുള്ള സബ് തുടങ്ങിയവരൊക്കെ അക്കൗണ്ട് കയറി എന്നും നോക്കും. എന്നിട്ട് എന്നും നോക്കും ഇവർക്ക് എത്ര അക്കൗണ്ട് സബ് കൂടിയിട്ടുണ്ട്. ഒന്നിലൊരു രസം. പണി അറിയുന്നവരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സബൊക്കെ തുടങ്ങിയിട്ട് നന്നായിട്ട് കൊണ്ടുനടക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. മുക്കാലും പേർക്ക് അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് എന്റെ മോറിയോ നീ ഇപ്പൊ വണ്ടി പോയാലേ. അതെ, വന്നത് സ്നേഹക്കൂടുതലോട്ടാണോ അത്? വണ്ടിയുടെ അരപ്പന്റെ നെഞ്ചിടിച്ച മഹാഭാവി. ഇനി 5 രൂപ കൊണ്ടുപോകുന്നതാണോ സബ്സ്ക്രിപ്ഷൻ? പറഞ്ഞേ ഉള്ളൂ. ഞാനും നമ്മളെല്ലാരും ഷോർട്ട്സ് ഇടുന്ന ആൾക്കാരാ. നമ്മളടുത്ത് ഇൻസ്റ്റ ഇടാൻ പോകുന്നില്ല. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ല. അപ്പം എനിക്ക് പേഴ്സണലി എന്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് മാറ്റാൻ ഇഷ്ടമുള്ളതാണ്. ഇപ്പൊ 5 ആണെങ്കിലും ഷോർട്ട്സ് ഇടുന്നുണ്ട്, നമ്മള് ക്ലബിൽ പോകാറുണ്ട്, വെള്ളടിക്കുക, എന്തുവാ നമ്മൾ വാങ്ങുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ റബ്ബർ പോത്തുന്ന നമ്മുടെ സൈഡിലാണ് ഇരിക്കുന്നത്. അതിന് എല്ലാം എടുത്ത് നമ്മൾ പബ്ലിക്കിലേക്ക് പോകുമ്പോഴത്തേനും ആണ് പബ്ലിക് ഇസ് ഗെറ്റിംഗ് അൺകംഫർട്ടബിൾ റിയലി. വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറും. പിന്നെ പിള്ളേരൊക്കെ ഓപ്പണിലിട്ട് ചോദിക്കും, അനുവിന്റെ ബോയ് ഫ്രണ്ട് ഇല്ലേ, വൈ ഡോണ്ട് യു ട്രൈ സമ്മൺ? ഞാൻ എങ്ങനെ പറയാനാ? എന്റെ വാ പറഞ്ഞ ചെക്കന്മാര് നാട് വിട്ടാ പോകുന്നത്, രാജ്യം വിട്ടൊക്കെ പോയ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ പറയാനാ? ഞാൻ തുടക്കി വെക്കുന്ന എല്ലാ പരിപാടിയും എതിർകക്ഷി നാട് വിടുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ കുറെ നേരം സംസാരിക്കുന്നത്. ഞാൻ വിശപ്പ് മറക്കാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കി. അപ്പുറത്തേക്ക് നോക്കിയതാ ഗ്രാൻഡ് മാർട്ട് ആണെങ്കിൽ എന്ന് പറഞ്ഞ ആൾക്കാരെ ഫുഡ് സ്ഥലം കാണിച്ചു. അത് വള്ളിയെ തൂങ്ങി പോണം അങ്ങോട്ട് 5 പോലെ. നീ ഇവിടെ എന്നെ കാറിനെ ഇവിടെ നിർത്തിയിട്ട് പോകും. എന്നിട്ട് നീ അവിടെ പോയി ചാടി പോയി. അങ്ങനെ ഒരു സെറ്റപ്പ്